നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ ഗൗരവകരമായ ഒരു നീക്കത്തിലേക്കാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ ഇറാനിലേക്ക് അത്യാധുനിക ഡ്രോണുകൾ കൈമാറി തുടങ്ങിയിരിക്കുന്നു. സാധാരണയായി ഇറാനിൽ നിന്ന് റഷ്യയിലേക്കായിരുന്നു ആയുധങ്ങൾ പ്രവഹിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ചരിത്രം വഴിമാറുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നീക്കം ഇപ്പോൾ നടക്കുന്നത്? ഇതിന് പിന്നിലെ ലക്ഷ്യമെന്താണ്? നമുക്ക് പരിശോധിക്കാം. യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ നമ്മൾ കേട്ടിരുന്നത് ഇറാൻ നിർമ്മിത ഷാഹെദ് ഡ്രോണുകൾ റഷ്യൻ സൈന്യം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. എന്നാൽ 2026 മാർച്ചിലെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് പറയുന്നത് റഷ്യ തിരിച്ചങ്ങോട്ട് സൈനിക സഹായം നൽകുന്നു എന്നാണ്. റഷ്യൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നവീകരിച്ച അത്യാധുനിക ഡ്രോണുകളാണ് ഇറാനിലേക്ക് എത്തിയിരിക്കുന്നത്. മാർച്ച് അവസാനത്തോടെ ഈ കൈമാറ്റം പൂർണ്ണമാകും എന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. ഇത് കേവലമൊരു കച്ചവടമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിൽക്കുന്ന ഒരു ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളുടെ മാറ്റമാണ്. ഇവിടെ രണ്ട് പ്രധാന കാരണങ്ങളാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, മിഡിൽ ഈസ്റ്റിലെ സംഘർഷം. ഇസ്രയേലുമായി നിലനിൽക്കുന്ന നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ ഇറാന്റെ പ്രതിരോധം ശക്തമാക്കാൻ ഈ ഡ്രോണുകൾ സഹായിക്കും. രണ്ട്, ഇറാനിലെ ആഭ്യന്തര സാഹചര്യം. ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ സൈനിക ശക്തിയും സാമ്പത്തിക സുസ്ഥിരതയും നിലനിർത്താൻ റഷ്യയുടെ പിന്തുണ അനിവാര്യമാണ്. ഭക്ഷ്യ വസ്തുക്കളും മരുന്നുകളും ഈ കരാറിന്റെ ഭാഗമാണെന്നത് ശ്രദ്ധേയമാണ്. അതായത് ഇതൊരു ആയുധം ഭക്ഷണം കൈമാറ്റമായി കൂടി മാറുകയാണ്. റഷ്യ നൽകുന്ന ഈ ഡ്രോണുകൾ റഷ്യൻ ലാബോറട്ടറികളിൽ വെച്ച് കൂടുതൽ കൃത്യതയും പ്രഹരശേഷിയും വരുത്തിയവയാണ്. പ്രത്യേകിച്ച് GPS ജാമിങ്ങിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട്. ഇതിനു പുറമെ ഉപഗ്രഹ ചിത്രങ്ങളും റഷ്യ ഇറാന് നൽകുന്നുണ്ട്. ഇത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. മേഖലയിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ ഈ സഖ്യത്തിന് സാധിക്കും. എന്നാൽ റഷ്യ ഈ വാർത്ത നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇറാനുമായുള്ള ബന്ധം തന്ത്രപരമായ തലത്തിലേക്ക് വളർന്നുവെന്ന് അവർ സമ്മതിക്കുന്നു. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു മാരകായുധ സഖ്യം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന നീക്കങ്ങൾക്ക് ഇറാൻ നൽകിയ പിന്തുണയ്ക്കുള്ള പ്രത്യുപകാരമാണിതെന്ന് ഉറപ്പാണ്. ഇത് മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ശീതയുദ്ധത്തിന് തുടക്കമിടുമോ എന്ന ആശങ്കയും ശക്തമാണ്. ചുരുക്കത്തിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ ഡ്രോൺ ഇടപാട് ലോകക്രമത്തിൽ പുതിയ വിള്ളലുകൾ വീഴ്ത്തുകയാണ്. ഉപരോധങ്ങളെ അതിജീവിക്കാൻ രണ്ട് രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.